പിന്നെ പിന്നെ പറയാനുള്ളത് പൂർണ്ണ അറിവില്ലാത്ത പാതി അറിവും വെച്ചിട്ടുള്ള മുടന്തൻ കാലിൻ്റെ നിരുപയോഗമായ കാല് പോലത്തെ പൂർണ്ണ അറിവില്ലാത്ത പാതി അറിവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഷോർട്ടുകളെ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിക്കാൻ പോകണല്ലേ. പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ചെയ്യുക. എടാ സിജോ മീൻകാരൻ ജോയിയുടെ മോനെ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കണ്ടല്ലോ. നിനക്ക് എന്തായാലും പേര് അറിയാത്ത? 23 വർഷമായിട്ട് നീ പുറത്തിറങ്ങാറില്ലേ? നിനക്കറിയില്ലേ? നീ ആ ഷീല ചാക്കോ എന്ന വേശ്യയുടെ വീടിൻ്റെ പുറകിൽ താമസിക്കുന്നതല്ലേ? ആത്മഹത്യ ചെയ്ത ഡെന്നിസ് അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ 24 ദിവസം തിരിച്ചു വന്നപ്പോൾ ഒരു ക്യാൻസർ രോഗി, ഒരു തള്ള അവിടെ ക്യാൻസർ പൊട്ടക്കണത്തിൽ ചാടിയ വീടിൻ്റെ ആത്മഹത്യ ചെയ്ത ഇതിൻ്റെ അതിന് മുന്നിലുള്ള വീടല്ലേ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് ചേട്ടൻ ഗാർഡിയനാണോ വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആര് പറയിപ്പിച്ചിട്ടാണ് നീ പറയണേ? നിനക്ക് മറവി രോഗം ഉണ്ടോ? ഇതൊക്കെ നീ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും അതന്നെ പേരെന്താ? ഡെന്നിസിൻ്റെ ചേട്ടനാണോ അനിയനാണോ ചെറുതാവോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ആര് പറയിപ്പിച്ചിട്ടത്? നിനക്ക് മറവി രോഗം ഉണ്ടോ? അത് മനസ്സിലായി. ഇതൊക്കെ ഞാൻ നമ്പർ മേടിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നീ കേൾക്കുമെന്ന് അറിയാം. പിന്നെ നീ പേര് വീണ്ടും മറക്കും. നിനക്ക് മറവി രോഗം ഉണ്ടെങ്കിൽ വയസ്സായിട്ട് ഉണ്ടെങ്കിൽ പോയി ചികിത്സ നേടും. നിനക്ക് ശരിക്കുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ മണ്ടൻ വിഡ്ഢി സിനിമകളെ വിശ്വസിച്ച് നടക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല നിനക്ക്. നിന്നെ ഞാൻ അപ്പം തന്നെ 23 വർഷമായിട്ട്, ഡെന്നീസും 20 വർഷമായിട്ട് 15 വർഷമായിട്ട് അവിടെ വന്നിട്ടില്ല. ഡെന്നീസ് ഇവിടെ കാശും കൊടുത്ത് ജനിച്ചത്, ഞാൻ പുറമേ ജനിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കി. നീ ഷാറുഖ് ഖാൻ്റെ കയ്യും അങ്ങനത്തെ അറിയണ്ടെങ്കിൽ ഹാരിസ് അല്ലേ അങ്ങനെ വിളിച്ച് അറിയണ്ടെങ്കിൽ, ഗാർഡിയനാണോ അങ്ങനത്തെ അറിയണ്ടെങ്കിൽ, അത് ആ ഗാർഡിയനാണോ സെക്യൂരിറ്റി അത് അറിയണ്ടെങ്കിൽ പേര് ചൊല്ലി വിളിക്കുക. ഇത്ര നാൾ 21 വർഷത്തിൽ പുറത്തിറങ്ങിയില്ല. ഡെന്നിസിൻ്റെ രണ്ട് പേര് നീ ഇതുവരെ ചോദിച്ചിട്ടില്ലേ? പേരിപ്പോഴേ പേരെന്താ? ഹാരിയാണോ അനിയനാണോ ചേട്ടനാണോ ചോദിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യം എന്താ? നിന്റെ ഭാര്യ ഉണ്ടല്ലോ പടുപെട്ടി ഷീല ചാക്കോയുടെ വേശ്യയുടെ വീടിൻ്റെ പുറകിൽ ഷീല ചാക്കോ എന്ന് പറഞ്ഞ വേശ്യ. അതിൻ്റെ അടുത്ത് വേശ്യ ഓടി പോടാന്ന് പറഞ്ഞാൽ അവൾ ഓടും. കാടിയും മുഖത്തേക്ക് സംസാരിക്കാറ്. അവളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ പോകാറുണ്ട് കളിക്കാനൊക്കെ പണ്ട്. അറിയാണ്ട് ഈ വെഡിത്തം പറഞ്ഞിരിക്കാൻ ആരും പറപ്പിച്ച് പറയണ അർത്ഥമില്ല. നിങ്ങൾ പാതിരികൾ ചെയ്യുന്നതും നിന്ന് വെറുതേക്ക് ചെയ്യുന്നതും നക്കപ്പിച്ച സാലറിക്ക് ചെയ്യുന്നതൊക്കെ തെറ്റാണ്. പ്ലാസ്റ്റിക്കിനെ ആരാധിക്കാൻ പോയി നിങ്ങൾ തെറ്റാന്ന് പറയും നോർമലായി. പിന്നെ നിങ്ങളെന്തിനാ അതിനെ ആരാധിക്കാൻ പോണേ? കാട്ടിക്കൂട്ടലും എല്ലാം തെറ്റാണ്. വീണ്ടും ക്രൂശിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോയും നല്ലോണം കേട്ടോളണം. ഡെന്നീസും ഒരു കുണ്ടംകളിയും നീയും ഒരു കുണ്ടംകളി കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കുറ്റം പറയാനൊന്നും വന്നിട്ടില്ലല്ലോ. ഡെന്നീസ് അവൻ്റെ ബോയ്സ് ഹോസ്റ്റലിൽ രാജഗിരി അവിടെ വല്ല 8 രാജിന് അവൻ്റെ കൂടെ കുണ്ടംകളി അങ്ങനെ ചെയ്തിട്ട് വേറെ കുട്ടികൾ ഇതായിട്ടോ നീ എല്ലാം കളിക്കണം. അത് ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ താഴെ നിൽക്കണം. അപ്പോൾ എനിക്കറിയാം എൻ്റെ കുറിച്ച്. അതുകൊണ്ട് ഹിന്ദിയൊന്നും പറയിപ്പിക്കണല്ലോ ഇവിടെ. ഹിന്ദി മലയാളം ഫ്ലുവൻസി ആയിട്ട് അറിയണ രീതി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ആ രീതിക്ക് തന്നെ പോണത്. നിങ്ങളെന്തൊക്കെ ചെയ്യണം? ഇംഗ്ലീഷ് എക്സാം എഴുതണ പോലെയല്ല. എനിക്ക് മാർക്ക് കിട്ടണം. നിങ്ങൾക്ക് 85 മാർക്ക് കിട്ടണ പോലെ ഇവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കേൾക്കണം. ഗോവയെന്നാണ് പറയണത്. അതൊക്കെ പറയാം. അപ്പോൾ നീ പേര് ചൊല്ലി അറിയണ്ടെങ്കിൽ എനിക്ക് മറവി രോഗം ഉണ്ട്. അത് ആദ്യം സംസാരിക്കാൻ പഠിക്കും. ഇവിടെ അറിയേണ്ടത് നീ പുറത്തൊന്നും ഇറങ്ങാറില്ലേ? ഹാരിസ് അല്ല ഞാൻ ഡെന്നിസ് 15 വർഷമായിട്ട് ആ ഭാഗം വന്നിട്ട് എന്താ കൊസ്തായി 15 വർഷമായിട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ 15 വർഷമായിട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ലേ? ആ രീതിയിൽ തന്നെ പോണേ. പെർഫെക്റ്റ് അല്ലാത്തൊരു കൊട്ടി ഘോഷിച്ച വീട്ടിലത്തെ അനിയന്മാർ 3ാമത് 4ാമത് 7ാമത് ജനിച്ചിരിക്കണവർ പലതും പറയും. ഞാൻ പെർഫെക്റ്റ് ഒരു കൊട്ടി ഘോഷിച്ച് നടക്കുന്ന രീതി എനിക്കില്ല. എന്തെങ്കിലും അറിയണ്ടെങ്കിൽ നിങ്ങൾ പടുപെട്ടിത്തരം എന്തെങ്കിലും കാണിക്കേണ്ട നിങ്ങളുടെ തെറ്റാണത്. ഒരു പെർഫെക്റ്റ് 8 2nd ഓഗസ്റ്റ് 88 ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാരിസ് അല്ലേ? ഡെന്നിസ് എന്ത് പറയണോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നീ എൻ്റെ 1 വയസ്സ് താഴെയല്ലേ? നിനക്കത് അറിയാൻ പാടില്ലാത്തതില്ലല്ലോ. എന്നോട് ആരും പറയിപ്പിച്ചില്ലല്ലോ. ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചത് ആര് പറയണത്? അവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ മീൻകാരൻ ജോയിയുടെ മോനാന്ന് എല്ലാവരും പറയാറ്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചല്ലോ, നീ മീൻകാരൻ ജോയിയുടെ മോനാന്ന് ചോദിച്ചാൽ നിനക്കെന്താ ചളിപ്പുണ്ടോ? ഇതിപ്പോൾ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നീ എന്നെ പറഞ്ഞ് കേട്ടെന്ന് പറയും. നീ ഇത് ഫുള്ളും കേട്ടോളണം. ഫുള്ളെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാനുള്ളത് ബോധമില്ലേ? നീ കേട്ടില്ലെങ്കിൽ ആ ജോസഫ് സേവിയറിൻ്റെ പോലെ നീയും ആക്സിഡൻ്റ് ആയി ചാവും. അത് ഷെയ്ക്കൻ്റെ തരാൻ പെട്ടതലയൻ. എൻ്റെ പപ്പ സേവിയർ ബ്രെയിൻ ക്യാൻസർ ആയിട്ട് ചത്തു ഞാൻ ചെറുതായിരുന്നപ്പോൾ 2003 2002 അങ്ങോട്ട്. കേരള ഫ്ലഡ് ചാനലിൽ എൻ്റെ കാര്യങ്ങൾ മുമ്പ് ബാംഗ്ലൂർ വൃത്തിയുടെ സ്ഥലത്ത് ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് പറയാത്തതൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ 2017-18 കേരള ഫ്ലഡ്സ് കൊറോണയ്ക്ക് വന്നപ്പോൾ അതൊന്നും അറിയില്ലേ? അതൊക്കെ അറിയണ്ടെങ്കിൽ അറിയണ പോലെ സംസാരിക്കുക. ഗാർഡിയൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അറിയാത്ത പോലെ കാണിക്കല്ല. അറിയണ പോലെ ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കുക. റിസ അതൊക്കെ വരണ ആ രീതി അങ്ങനെയാണ്. ഡെന്നിസായിട്ട് ഒരു ബന്ധമില്ലേ? ഡെന്നിസ് ഇവിടെ കാശ് കൊടുത്ത് ചിയാരും അടുക്കര ഇവിടെ അടുത്ത് ജനിച്ചതായിരിക്കും.
മാമോദിസ ഞാൻ എന്നെ നിർബന്ധിച്ച് 3 ദിവസം യാത്ര ചെയ്ത് രാവിലെ രാത്രി ഫ്രീ ട്രെയിനിൽ, ഞങ്ങൾ ഫ്രീ ട്രെയിനിലെ യാത്രയാണ്. 25 വയസ്സ് വരെ അങ്ങനെയാണ്. ഫ്രീ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് അതാണ് ഫ്രീ. ജനിക്കുന്ന സ്ഥലത്ത് ബിലായ് സ്റ്റീൽ പ്ലാന്റ് റഷ്യക്കാരുണ്ടാക്കിയത്. ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ അവിടെ ഞാൻ അമ്മയുടെ അമ്മ പപ്പ വർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ജനിക്കണു. അപ്പോൾ എനിക്ക് അതൊരു കാശ് ചിലവില്ല ജനിക്കണേ. ഞാൻ പൊക്കി പറയുന്നതൊന്നല്ലേ. അപ്പോൾ ആ രീതിയിൽ നീ മനസ്സിലാക്കാം. അവിടെ ഹിന്ദി പറഞ്ഞ് ചടഞ്ഞു കൂടി കുൾത്താരക്കുട്ടിയും പാതിരികളുടെ അടുത്ത് ഞാൻ പോകാറില്ലല്ലോ. പാതിരി ഭാഷ കെട്ടാൻ പാടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിന് വിപരീതമാണ് ചെയ്യണം റോമൻ കാത്തലിക്സും നിൻ്റെ ഷീല ചാക്കോയുടെ യാക്കോബൈറ്റും വേശ്യകളുടെ ജാക്കോബൈറ്റും. യാക്കോബൈറ്റ് നന്നായി കേട്ടിട്ട് മനസ്സിലാക്കണ്ടല്ലോ. നിൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലല്ലേ അവരുടെ വീട്. ഷീല ചാക്കയും ജാക്കോബൈറ്റും മലങ്കരയും സീറോ മലബാർ സീറോ തന്നെയാണ്. സീറോ മലബാർ മലങ്കര എല്ലാം ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങളോട് എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ പറഞ്ഞ ഗാഡ് ഓർഡറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഡെന്നിസാണോ അനിയനാണോ ചോദിക്കണം. അവർക്കൊരു കണക്ഷൻ ലെവൽ പറയണതിന്. അത് ഡെന്നിസ് ജനിച്ചിട്ടുള്ളതിലേക്ക് പടുപൊടിയോട് ഉപദേശം ചോദിക്കാൻ പോണതിന്. പടുപൊടികളോട് ഉപദേശം ചോദിക്കാൻ പോകാം. ക്രിസ്ത്യാനിറ്റിയുടെ ബൈബിൾ വായിക്കാത്ത ഹിന്ദുസിനോടും മുസ്ലിംസിനോടാണോ പടുപൊടികളോട് ഉപദേശം ചോദിക്കാൻ പോകാം? സ്വന്തം വീട്ടിലായിരുന്നു ഊട്ടി വാങ്ങാൻ. അതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അറിയാണ്ട് ഓരോ വിഡ്ഢികൾ പലതും പറയിപ്പിക്കും നിന്നോണ്ട്. അത് നോക്കി പറയിപ്പിച്ചിരിക്കുക. 5 മിനിറ്റ് നീ കേട്ടിട്ടുണ്ട്. പിന്നെയും നീ അതിനെ വെട്ടിത്ത റിപ്പീറ്റ് ചെയ്യണം. നീ ഫോൺ നമ്പർ ഹിഡൻ ആക്കി വെച്ച ട്രൂ കോളറിൽ വെച്ച് ഞാൻ ഫോൺ നമ്പർ ചോദിക്കാൻ വരില്ല എന്ന് വിചാരിച്ചത് നീ. എന്നിട്ട് ഓരോ വെട്ടിത്തരാം. ഡെനിസ് അതൊന്നും ജനിച്ചിട്ടില്ല. ഇവിടെ പറവട്ടാനി GM ഹോസ്പിറ്റലിൽ ഇവിടെ ജനിച്ച് മാമോദിസ എന്താണ്. ഞാൻ അവിടെ എന്നെ നിർബന്ധിപ്പിച്ച് 6 മാസത്തേക്കാണ് മുമ്പ് നിർബന്ധിപ്പിച്ച് ആസ്താദി വെള്ളം തളിക്കണം പോലെ തളിക്കാൻ പാടില്ലേ. ഇത് ദേഷ്യം വന്നിട്ട് പറയുന്നൊന്നല്ലേ. തളിക്കാൻ പാടില്ല. മുങ്ങി നീവരാണ് 18 വയസ്സിൽ 25 വയസ്സിൽ 30 വയസ്സിലൊക്കെ. അപ്പോൾ എൻ്റെ 30 വയസ്സിൽ തീർന്നു. അതിന് കൊറോണ എല്ലാം പബ്ലിഷ് ചെയ്ത് വരണത്. ആ സമയത്ത് തന്നെയാണ് April 21 14th ജനുവരി ചെയ്യണം പകരം 89 ചെയ്യേണ്ട ആവശ്യമില്ല. 6 മാസം തികയാത്ത കുട്ടികൾക്ക് അതൊന്നും അറിയാമില്ല. ആ പ്രായത്തിലല്ല പാതിരികളുടെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പാടില്ല. പാതിരികളുടെ ആവശ്യമില്ല നന്നായിട്ട് പറഞ്ഞിട്ട് പഴയ നിയമം പോയി പാതിരികളുടെ ആവശ്യമില്ല നിന്ന് നക്കപ്പിച്ച സാലറിക്ക് വീണ്ടും ക്രൂശിക്കണ പോലെ വിലയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് കറക്റ്റായിട്ട് അറിയാം. നിങ്ങൾ ചെയ്യാനും പള്ളിയിൽ വെനസ്ഡേ മാത്രം സൺഡേ മാത്രം കുർബാന ചുരുക്കിയില്ലേ. ഇപ്പോൾ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഉണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാലം ക്യാമറയുടെ കണക്ഷൻ എനിക്ക് തരാത്തത് അത് അവരുടെ കുറ്റം. ഞാൻ ആൾക്കാരെത്തില്ലാത്തവരും കുടിച്ചിട്ട് കടിച്ചിടക്കാരും അധികം സംസാരിക്കാത്തവരും അധികം സംസാരിക്കണവരും ഒരു ഗ്രൂപ്പിൽ കുടിച്ചിട്ട് കടിച്ച് ഈ വെഡിത്തം റോമൻ കാത്തലിക്കും ഹിന്ദുസും വെഡിത്തം റിപ്പീറ്റ് ചെയ്തിട്ട് ഇതാണ് ഞങ്ങളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അരുന്തൂട്ടി വാങ്ങണവരാണ്. എന്നോട് ചോദിക്കണം ഇത് എവിടുത്തെ പെരുമാറ്റമെന്ന്. അതിന് കാര്യമുണ്ട്. അപ്പോൾ ഉള്ള കാര്യം നമ്മൾ സ്പഷ്ടമായിട്ട് നീ കേൾക്കണ്ടല്ലോ. ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അറിയാം. അവിടെ പരീക്ഷയിൽ എഴുതി മാർക്ക് മേടിക്കണ രീതിയാണ്. മലയാളം ഇത് പഠിക്കണ്ടെങ്കിൽ മാർക്ക് മേടിക്കണ്ടല്ലോ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ എന്തൊരു പടുപട്ടികളാണ് ഇങ്ങനെ അരുന്നൂട്ടി വാങ്ങാൻ കിടക്കണത്. ഗൾഫ് കൺട്രിയിൽ പോലെ ഒന്ന് വരണ കണ്ടില്ലേ. അതൊക്കെ ഓരോ രീതിയിലാണ് വരണത്. ഗൾഫ് കൺട്രിയിൽ എനിക്കൊരു ബന്ധമില്ല. ഇത് വെസ്റ്റേൺ ഏരിയ, വെസ്റ്റേൺ സൈഡ് വരുമ്പോൾ ഗോവ അത് പോർച്ചുഗീസ് ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറയണം. ഇംഗ്ലീഷിൽ 52 49 മാർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് 100-ൽ. ബാക്കി മലയാളം മീഡിയത്തിൽ പഠിച്ചവർ ഇത് മലയാളികളുടെ നല്ല ഹിന്ദിക്കാരുടെ നല്ല ജനിച്ചതാണ്. ഹിന്ദിക്കാരും പറയും, ഹിന്ദി കുട്ടികൾ പറയും നിങ്ങൾ ഹിന്ദിക്കാരുടെ കൂടെ ഗുഡ്കിങ് കഴിച്ച് നടക്കണ്ടല്ലോ. മലയാളി ജനിക്കുന്നത് അവിടെ നിന്ന് വരണു. അല്ലാണ്ട് മലയാളത്തിൽ ചടഞ്ഞുകൂടി ഹിന്ദി ചടഞ്ഞുകൂടിയ കുൾത്താരക്കുട്ടിയായി പാതിരികളുടെ അടുത്ത് നിന്നല്ല. പേരിന് ഇവിടെ ജനിക്കണു. ബിലായ് സ്റ്റീൽ പ്ലാന്റ് റഷ്യക്കാരുണ്ടാക്കിയ ബിലായ് സ്റ്റീൽ പ്ലാന്റ് 40 വർഷം അവർ ജോലി ചെയ്ത ഞാൻ മമ്മിയുടെ പപ്പ വർക്ക് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഫ്രീ ആയിട്ട് ജനിക്കണു. അതിൽ കാശ് ചിലവില്ല. ആ ട്രെയിനിൽ ഫ്രീ ആയിട്ട് വരണു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരേണ്ടത്. അത് നിങ്ങൾ അവിടെ ജനിച്ചത് പറയും. നിങ്ങളെ അങ്ങനെ പറയാൻ പറ്റുമോ? മലയാളത്തിൽ ചടഞ്ഞുകൂടി ഇവിടെ ഞാൻ ചിയാരത്ത് ജനിച്ചതെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അവിടെ ചിയാര് കുരേശ്വര എന്ന് പറഞ്ഞാൽ 97 98 കഴിഞ്ഞിട്ട് കേൾക്കുന്നതാണ്. 97 98 അനിയത്തി പ്രാവ്, ചന്ദ്രലേഖ, അതൊക്കെയാണ് തിയേറ്ററിൽ സിനിമ കാണുന്നത്. ദിൽവാലി ദുൽഹനിലെ ചായെങ്കിൽ അത് ഹിന്ദിയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാനത് കാണണല്ലേ. ഹിന്ദി പറയിപ്പിക്കണല്ലേ ഗോവയിൽ. അല്ലെങ്കിൽ അനിയത്തി പ്രാവ്, ടൈറ്റാനിക്. അല്ലാണ്ട് അതിന് മുമ്പ് 94 അവിടെ നിന്ന് 91 തൊട്ട് 97 സിനിമകൾ പിന്നെ ടി വിയിലാണ് ഞാൻ കാണുന്നത്. തിയേറ്ററിൽ പോയി കാണുന്ന രീതിയിലാണ്. ഗോവയിലും പോർച്ചുഗീസ് അങ്ങനത്തെ 1987 അവർ പോയി കഴിഞ്ഞിട്ട് 1988 ജനിക്കുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അത് ഡെന്നിസിൻ്റെ ചേട്ടനാണോ, ഡെന്നിസിന് മറിച്ചതാണോ, ഡെന്നിസിൻ്റെ പാപ്പനാണോ, ചേട്ടനാണോ, അനിയനാണോ ഡെന്നിസിനോ, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അറിയണ കാര്യം അറിയണ പോലെ സംസാരിക്കും. എന്തെങ്കിലും അറിയോ എന്തേ കാണ്ട് ഓർഡറാ ആരും കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ എന്തോ സംഭവം ഞങ്ങൾക്ക് അറിയില്ല, കന്യകന്ന് ജനിക്കണോ, വിശ്വാസത്തോടെ സ്വീകരിച്ചു ഞങ്ങൾക്ക് അറിയില്ല, അത്ഭുതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. എന്നിട്ട് വിലയില്ല ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇതിനൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ എന്തിനാ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് നടക്കണം നിങ്ങൾ? റോമൻ കാത്തലിക് വെഡിത്തം കയറ്റി പിടിച്ചിട്ട്. അത് ഹിന്ദി കുട്ടകാണ്ടുകളും കന്നഡ കാണ്ടുകളും കോഴിക്കോടുള്ള മലയാളി കുണ്ടന്മാരും ഇത് പറയുമോ? അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇപ്പോൾ 9 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക്.
അപ്പോൾ തുടർന്ന് കേട്ടാൽ എന്താ കുഴപ്പം? എല്ലാം പടുപൊടികളോ ഓരോ ഇപ്പോൾ AI ഗൾഫ് കൺട്രിയിൽ യുദ്ധം നടക്കണതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് വിശ്വസിച്ചിരിക്കുകയാണ്. ബുർജ് ഖലീഫ അവിടെ പോയിട്ട് ബുർജ് ഖലീഫ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ നേരെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ പറയും ബിബി നെത്താൻഹ്യൂ അവിടെ മരിച്ചു, പിന്നെ പറയും ഇപ്പോൾ അവിടെ ജയിച്ചു 3 ദിവസം ഉയർത്തെഴുന്നേറ്റ് പറയാം അവർ. മൊസാഡ് മലിയാനാനി മരിച്ചെന്ന് പറഞ്ഞിട്ട് ചത്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഉയർത്തെഴുന്നേറ്റ് കാണിക്കുന്നുണ്ടാവും. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ യേശുവയുടെ ഉയർപ്പും അത് കാട്ടിക്കൂട്ടലും മറ്റേ ഉറങ്ങാന്ന് പറഞ്ഞ ബാലികനെ ഉറങ്ങാണെന്ന് പറഞ്ഞ് ഉയർപ്പിക്കണ രീതി, സാക്രിഫൈസ് ചെയ്യിപ്പിക്കേണ്ട രീതി വന്നത് കഴിഞ്ഞത് മരവിച്ച് പുനരുദ്ധരിച്ച് വന്നതാണ്. ഇത് ഭൂതം എന്ന് പറഞ്ഞിട്ട് സാക്രിഫൈസ് ചെയ്ത പാടുകളും ആണിപ്പാടുകളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവർ ഗോഡ്സ് ഓൺ കൺട്രി എന്ന രീതിയിലേക്ക് വരാണ്. ഇവിടെ കേരളം എന്തുകൊണ്ടാണ് നേച്ചർ വൈസും എല്ലാം ഇവർ പണ്ട് തൊട്ട് 20 സെഞ്ചുറി മുമ്പും ഇവിടെ സ്പൈസ് ട്രേഡിങ്ങിന് വരുന്നുണ്ട്, യുദ്ധത്തിനല്ല. എല്ലാം ജീൻസ് വഴി ആത്മാവ് പ്രകാരം അങ്ങനെ ഈ തന്ത ഉണ്ടാവുന്നതല്ല. പല പല ജോസ് കോനിക്കാടൻ്റെ പോലെ പറയുന്നത് എനിക്കിഷ്ടം. അത് അല്ലെങ്കിൽ അത് വേറെ ഹാരി എന്ന് പേര് ചൊല്ലി വിളിക്കുക, അല്ലെങ്കിൽ മറവി രോഗം പറയിപ്പിച്ച് പറയണമെങ്കിൽ ഇവിടെ ഞാൻ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ജീൻസ് വഴി ആത്മാവ്, ജീൻസ് ആത്മാവ്, അല്ലെങ്കിൽ ജനറേഷൻ മാറി മാറി വരുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു തന്തേന്ന് വരുന്നതല്ല അത്. കുറേ പേര് ഇതന്നെ കുറേ പേര് ക്രിസ്ത്യൻസ് സൗത്തിൽ പോകും, നോർത്തിൽ പോകും, അല്ലെങ്കിൽ മാംഗ്ലൂർ പോകും. എന്നിട്ട് അവിടെ ഐശ്വര്യയുടെ തന്തയെ കണ്ടിട്ടില്ലേ? അവർ ഹിന്ദുസായി മാറും. അവിടെ സെമിനാർ ലവ് ചെയ്ത് ജോലി ചെയ്യുമ്പോൾ പണ്ട് സെഞ്ചുറി മാറി മാറി അവരങ്ങനെ ആവുന്നതാണ്. അങ്ങനെയുള്ളവർ ഐശ്വര്യ, ദീപിക പടുകോൻ, അങ്ങനെ ഹാരിസ് ബാലി ഇവിടെ ജനിക്കും. അപ്പോൾ ഗാഡ് എന്ന് പറയുമ്പോൾ പറയിപ്പിച്ച് പറയുന്നത് മുഖത്തേക്ക് സംസാരിക്കും. ഹാരിസ് എല്ലാം ചോദിക്കില്ല. ഡെന്നിസിൻ്റെ ചാട്ടനാണോ അങ്ങനെ? ഡെന്നിസ് ഇവിടെ ജനിച്ചത്, ഇവിടെ ചിയാരത്ത് ഇവിടെ അടുത്ത് ജനിച്ചതായതുകൊണ്ട്, വടുക്കര ജനിച്ചതുകൊണ്ട്. ഞാൻ വെണ്ടൂർ എവിടെ കിടക്കണു, മാരോട്ടിസാല എവിടെ കിടക്കണു, പീച്ചി എവിടെ കിടക്കണം, എന്താ വേറെ എവിടെ കിടക്കണു? അപ്പോൾ പറയണ രീതി ഇപ്പോൾ റെക്കോർഡ് ചെയ്യണ പോലെ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല എന്നറിയാം. അതുകൊണ്ട് ഗോവ ഞാൻ പറഞ്ഞില്ല, അവിടെ ഹിന്ദി പറയിപ്പിക്കണല്ലേ, പോർച്ചുഗീസും ഇംഗ്ലീഷ് ലെറ്റേഴ്സും. അതുകൊണ്ടാണ് എനിക്ക് ഫ്ലുവൻസി ഉണ്ടാവും ഇംഗ്ലീഷും ഹിന്ദി മലയാളം പക്ഷേ പറയാനായിട്ട്. പക്ഷേ ഞാൻ ഹിന്ദി പറയിപ്പിക്കണല്ലേ അവിടെ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ ഞാൻ അപ്പോഴാണ് നോക്കിയിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസറൊക്കെ ഇടുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ 50 മാർക്കിൽ എനിക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് 85 100 85 മാർക്ക് കിട്ടുമ്പോൾ 300 ക്വസ്റ്റ്യനിൽ 2 മാർക്ക് കിട്ടുള്ളൂ എന്നറിയാം. ഹിന്ദി പഠിക്കുമ്പോൾ ഹിന്ദിക്ക് അധികം അറിയില്ല. വീട്ടിലാരും ഹിന്ദി സംസാരിച്ച് ഹിന്ദി ഞാൻ പറയണല്ലേ. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ഇംഗ്ലീഷ് പിന്നെ ഫ്ലുവൻസി വരുന്നതാണ്. പറഞ്ഞ് ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലത്തെ പുറത്തെടുക്കണം. ഈ ബാഡ്ലി മോട്ടിവേറ്റഡ് പടുപടിയുടെ സ്ഥലത്ത് കൊണ്ട് കിട്ടാൻ കാര്യമുള്ളൂ. ഫ്രോഡ് സ്ഥലത്ത് എല്ലാ നഴ്സിംഗ് പിള്ളേരുടെ അരിശം പിടിച്ച മോന്ത കണ്ടാൽ മതി. ഫേക്ക് എക്സാം എഴുതാം, ഫേക്ക് എക്സാം എഴുതിയിട്ട് ഫേക്ക് മാർക്ക് മേടിക്കണവർ. നിങ്ങളുടെ ഭാര്യമാരൊക്കെ അങ്ങനെയായിരിക്കും. അതിൻ്റെ മണിച്ചിത്രത്താഴ് വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നതാണ് സുജിത് ശോഭൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 3ാമത്തെ ബാച്ചിലുണ്ടായത്. അത് ഭോപ്പാലിൽ മധ്യപ്രദേശിൽ ജനിച്ചിട്ട് അവിടെ വളർന്നതാണ്. ഹിന്ദി പറഞ്ഞ് നടക്കണവരാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ള ഗോവയിൽ നിന്ന് പറയണമെന്ന് അറിയാം. ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക്കിനെ കുറിച്ച് ഞാൻ അവിടെ പറയണ്ട, ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണം. അപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് മണിച്ചിത്രത്താഴിൽ കാണിക്കേണ്ട കാര്യമില്ല. ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് എന്താ ബന്ധം? കൊങ്കനും പോർച്ചുഗീസും വെസ്റ്റ് അറേബ്യൻ സീ കിടക്കുന്നത് ബേ ഓഫ് ബംഗാൾ, ചൈനയും തായ്ലാൻഡും ചൈനയൊക്കെ ആയിട്ട് എന്താ ബന്ധം? അത് ഈ ഭാഗം അറേബ്യൻ സീ വി ഷേപ്പ് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡ് വെസ്റ്റ് ഉണ്ട്. അല്ലാണ്ട് വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശിൻ്റെ വെസ്റ്റിൽ കിടക്കണതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ആക്കിക്കണം. ഹിന്ദിയും ഏത് വൃത്തിയായിട്ട് ഭാഷ സംസാരിക്കണ പോലെ ഇത് ബ്രസീൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളും പണ്ട് തൊട്ട് ഫോറിനേഴ്സ് വരണ രീതിയാണ്. നിങ്ങൾ 2 ദിവസത്തിൽ പോയി ഹിന്ദിയെ പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ? പണ്ടത്തെ ബ്രസീൽ പോർച്ചുഗീസ് കളർഫുള്ളായി അവിടെ മലഞ്ചെരിവും അവിടുത്തെ ബ്ലൂ ഗ്രീൻ സീ ഏരിയയും ബീച്ചും അതൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ അത് കണ്ടവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു പടി മുഖത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ട് കുറേ പേര് അതിൻ്റെ ഇടയിൽ ഓട്ടോ സരിശേഷരി മണി അലസമായി ഉറങ്ങിയോ, സ്വരം ഉറങ്ങുന്ന നാവിലെന്ത് പരിമറന്ന പല്ലവി എന്നൊക്കെ പറഞ്ഞിട്ട് റിസറിസ് അതിനെ കുറിച്ച് പറയാണ്ട് ഓരോരുത്തർ വിഡ്ഢികൾ കുറേ 2 പെൺകുട്ടികൾ മുങ്ങി മരിക്കണു. ഇതൊക്കെ കണ്ടിട്ട് അതിനൊരു കമൻറ്റ് അടിച്ചിട്ടാണ് കാണണം. ഫേക്ക് എക്സാം എഴുതി ഫേക്ക് കമൻറ്റ് അടിക്കണ, ഫേക്ക് മാർക്ക് അടിക്കണ, എനിക്ക് ഇളിഞ്ഞ് ഭയങ്കര ഗൗരവത്തിലിരിക്കണ കുറേ വെഡ്ഡി നഴ്സിംഗ് പിള്ളേർ പോലുണ്ട്. അരിശം കുറവുള്ള മോന്തകൾ കണ്ടാൽ ആരെ കുറിച്ച് പറയണമെന്ന് അവർക്കെന്നെ അറിയില്ല. എനിക്ക് ഫേക്ക് എക്സാം എഴുതുന്നത് ഫേക്ക് മാർക്ക് പഠിക്കുന്നതിന് ഇഷ്ടമാണ്. അത് പറഞ്ഞ രീതി വരും. അവിടെ സർവ്വസാധാരണമാണ്, ബാംഗ്ലൂർ അങ്ങനെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള കാര്യം പറഞ്ഞപ്പോൾ സി ജെ റോയുടെ പോലെ കാണില്ലേ, ആയിരുന്നു കൂട്ടി വാങ്ങണ വെട്ടികളെ പോലെ ആയിരുന്നു കൂട്ടി സ്വന്തം റിവോൾവർ കൊണ്ടിട്ട് സ്വയം വെടിവെറ്റ് ഉയർത്ത് ചാവുക. ഇതിനേക്കാളും വലിയ ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടോ? ശോഷിച്ചാവസ്ഥ. ഇതിന് കുറേ വെട്ടികൾ കമൻ്റ് അടിച്ച് സ്വയം ആയിരുന്നു കൂട്ടി വാങ്ങുക ഈ വെട്ടി സിനിമ, ഫേക്ക് സിനിമകൾക്ക്.
എല്ലാം ഉള്ള കാര്യമുള്ളത്. ഗോവണി താഴത്ത് വന്നി ധാവണി സ്വപ്നം കൊണ്ട് നിന്നെ ഉറക്കാൻ ഞാൻ ഉറങ്ങി രാവിലെ കൂട്ടിരുന്നു. ഹാരിസ് അത് വരുന്നതാണ്. ഇപ്പോൾ ഹാരിസിനെ വിളിച്ച് സംസാരിച്ച് നിങ്ങളതാവില്ലെങ്കിൽ എന്താ കാര്യം? അല്ലെങ്കിൽ ക്രിക്കറ്റും ഫുട്ബോളിനെ കുറിച്ച് ആരും എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണില്ല. ചെറുപ്പത്തിൽ തൊട്ട് ആരും, മുതിർന്നവരായാലും ചെറിയവരായാലും പെണ്ണുങ്ങളായാലും ആരായാലും. അതെന്താ ഞാനിങ്ങനെ ജഡേജ 6 അടിച്ച് മറ്റേ എന്നിട്ടാണ് പോകണം സച്ചിന് ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെല്ലു കൊടുക്കുന്നു സച്ചിൻ ബോൾ എറിഞ്ഞു വെല്ലു കൊടുക്കുന്ന അന്നൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ തോന്നുന്നില്ല. സർക്കം സൃഷ്ടി ചെയ്തിട്ടില്ല. തൊഴിൽ താഴേക്ക് ഇറങ്ങാനുള്ള ഷാഫ്റ്റ് വലുതാണ്. അപ്പോൾ ആ രീതിയിലാണ് വരണത്. അങ്ങനെ പറയണ്ടേ? ക്രിക്കറ്റിനെ കുറിച്ച് ഫുട്ബോളിനെ കുറിച്ച് ആരും എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണമല്ലോ. അതുപോലെ സാധാരണ ഷിജിൻ, മോഹൻലാൽ, ശോഭന, മണിച്ചിത്രത്താഴ്, ഷാറുഖ് ഖാൻ്റെ കൈ ആരും എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണമല്ലോ. അന്ന് വരുന്ന രീതി വരണം. എനിക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യമില്ല. ഒരു മുതിർന്നിട്ട് മെച്യൂർ ലെവലിൽ ചെയ്യണ കാര്യം വരേണ്ടത്. അതുകൊണ്ട് ആർക്കും അറിയില്ല, അറിയാത്ത പ്രായത്തിൽ ചെയ്തു അതല്ല വരേണ്ടത്. ഉള്ള കാര്യം സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട രീതിയിൽ സമയത്ത് പറയുമ്പോൾ കാര്യങ്ങൾ ചെയ്യും. അത് വഴങ്ങി സംസാരിക്കുക നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് ഡെന്നിസിൻ്റെ ചാട്ടനാണ്. മറ്റേത് ചാട്ടൻ ഞാൻ പറഞ്ഞാലോ? അല്ല, ഡെന്നിസിൻ്റെ ചാട്ടനല്ല, സെബിൻ്റെ കസിൻ ബ്രദറാന്ന് പറഞ്ഞാലോ? അപ്പോൾ സെബിൻ അതറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് അറിയാം? നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കാൻ പഠിക്കുക. നിന്നെ ഞാനിത് മെസ്സേജ് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്താലോ? അപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്, എന്നിട്ട് അറിയാത്ത പോലെ നിങ്ങൾ മറവി രോഗമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഉള്ള കാര്യം ഷാറുഖ് ഖാൻ ആരും എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ നിങ്ങൾക്കാണ് ഇങ്ങനെ ഷാറുഖ് ഖാനും ശോഭനയും പിന്നെ വൃത്തികെട്ട ഫേക്ക് പേരുകൾ കുഞ്ചുവാര്യരും ചന്ദ്രലേഖയും മണിച്ചിത്രത്താഴും ആരും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കണില്ല. എൻ്റെ സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സംസാരിക്കുള്ളൂ, അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ ഷാറുഖ് ഖാനാണ് മറ്റേതാണ് ഷാറുഖ് ഖാൻ വൃത്തികെട്ട പേരാണ് അതൊന്നും എൻ്റെ മുഖത്തേക്ക് സംസാരിക്കേണ്ട. ഉള്ള കാര്യം സംസാരിക്കാൻ പഠിക്കും. അന്നുള്ള എൻ്റെ ഇതനുസരിച്ചുള്ള ചെക്കന്മാർ എൻ്റെ ക്ലാസ്സിലില്ല. ഡെറിയിൽ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന ടൈപ്പുള്ള, പക്ഷേ എനിക്ക് ഒരു പുതുന്ന ഫ്യൂച്ചർ പോലെ എനിക്ക് കാണുന്നത്. ഡെറിയിൽ പോയി വെളുത്ത് ഉയരത്തിൽ അങ്ങനെയുള്ള ഒരു പുതുമയോടെ ഉള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാണ്ട് ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കുണ്ടകളി കളിച്ച ഇട്ടിരാജനും ടെന്നീസും അവരൊക്കെ എന്താ ചെയ്യണം? ആ വൃത്തികേടൊന്നും ഞാൻ പറയണല്ലോ. നിങ്ങളെന്തൊക്കെ കളിക്കാൻ വന്നിട്ട് കുണ്ടകളി കളിക്കാൻ വന്നു എന്നല്ലേ പറയണേ? നിങ്ങൾ പിന്നെ കാണാനല്ലേ? ഞാൻ പറഞ്ഞു സിംഗിളാണോ എന്ന് ചോദിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പിന്നെ കാണാനല്ലേ? ആടുവാണ് കാടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെട്ടി ഭാര്യമാരെ പലതും പറയും. അതിനും വിചാരിച്ച് കട്ടുപിടിച്ചിരിക്കുക പടുപൊടികളെ പോലെ. സിംഗിളാ ചോദിച്ചപ്പോൾ പ്രശ്നം മനസ്സിലായോ? നിങ്ങളുടെ പോലെ പഴകിയവരെ ഞാൻ അനുകരിക്കില്ല. പഴകിയവർ തന്നെ പറയാൻ ഇതില്ല. എന്നുവെച്ചാൽ പഴയതൊക്കെ മറന്നുപോയി. ഇപ്പോൾ മറന്നുപോയില്ല. ഉള്ള കാര്യം ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാൻ പഠിക്കും. പഴയ സമയത്ത് നിങ്ങൾ അവിടെ വേറെ വല്ല സിജോന് ബൈക്കിൽ പോണതായിരിക്കും കണ്ടത്, വേറെ ഒരു ചെക്കൻ. അപ്പോൾ ഞാൻ ആ വഴിയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ വെളുത്ത മോഡൽ അതല്ലാന്നറിയാം. ഇതിപ്പോൾ തടിച്ച വേറെ മുഖമായിട്ടാണ് കാണണം. വേറെ സ്ഥലത്ത് ക്രിസ്മസ് പരിപാടി ട്രീ പരിപാടിക്ക് വേറെ ആളെ കാണണേ. അപ്പോൾ എനിക്കറിയാം അതല്ല. അപ്പോൾ പഴയതൊക്കെ മറന്നു. ഞാൻ അത് വേറെ വലിയ മുഖം മോഡൽ പോലത്തെ ഫേസ്. അപ്പോൾ അത് സിജോ എന്ന് വിചാരിച്ചു. അപ്പോൾ മീൻകാരൻ ജോയിയുടെ മോനെ നിങ്ങൾ മീൻകാരൻ ജോയി എന്ന് പറഞ്ഞ വേറെ ക്രിസ്മസ് ട്രീയുടെ സെലിബ്രേഷൻ വേറെ ആളെ നീ കൊണ്ട് നിർത്തണേ. അപ്പോൾ എനിക്കിത് സിജോ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അറിയേണ്ട പേര് വിളിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഡെന്നിസിൻ്റെ ചേട്ടനാണ്, ഡെന്നിസിൻ്റെ പാപ്പനാന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ല. ഡെന്നിസിന് എൻ്റെ കോളേജിലുള്ള ഒരു കസിൻ വൃത്തിയുടെ സ്ഥലമാണ് കസിൻ ബ്രദേഴ്സാന്ന് പറയാറ്. അപ്പോൾ ഞാൻ കസിൻ ബ്രദർ, സെബിൻ്റെ കസിൻ ബ്രദറാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമോ അതിനെ? അപ്പോൾ അറിയണ പോലെ കാര്യം സംസാരിക്കുക. അതുകൊണ്ട് പടുവെടിയോട് ഉപദേശം ചോദിച്ചിട്ട് പടുവെടിയോട് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ആരെങ്കിലും ബൈബിൾ വായിക്കാണ്ട് ഹിന്ദുസിനോടും മുസ്ലിംസിനോട് ചോദിക്കാൻ പോകും. പടുവെടി അവരുടെ വീട്ടുപേരിൽ തന്നെ എഴുതിയിട്ട് പടുവെടികളാണ്. പടുവെടി എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. പടുക്കോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങി കിടന്നോ, എഴുന്നേൽക്കണ്ട, മെറ്റീരിയലിസ്റ്റിക് വെഡിത്തത്തിനെ ആരാധിച്ച് ഉറങ്ങി കിടന്നോ, അതാണ് പടുക്കോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വീട്ടുപേര് പടുവെടികൾ കിടന്ന് ഉറങ്ങണ വെടികളാണെന്ന് എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും സ്വന്തം ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണ റെസ്പെക്റ്റ് വിട്ടിട്ട് ട്രെയിനിൻ്റെ വിട്ടിട്ട് ഇപ്പം കാശ് കൊടുത്ത് യാത്ര ചെയ്യണവരോട്, പ്ലെയിൻ യാത്ര ചെയ്യണം അവരോട് സംസാരിക്കുമോ ഗാർഡ് എന്ന് പറയാൻ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ?
എന്നിട്ട് സ്വന്തം വീട്ടിൽ 90 വയസ്സായിട്ട് വയസ്സായിട്ട് മരിക്കണമെന്നുണ്ട്. 65 വയസ്സിൽ ആർത്രൈറ്റിസ്. ഈ ഏറ്റവും 10ാമത്തെ കസിന് ജോബിൻ ബേബി ആൻറ്റിയുടെ മോൻ അവരുടെ ഇതിൽ തന്നെ മൊദീസം പറഞ്ഞ് തളിക്കാൻ വിളിച്ച് 10 ദിവസം പൗലിച്ച് മുങ്ങി നിവര ചെയ്യേണ്ടത്. 18 അല്ലെങ്കിൽ 19, 20, 25, 30 വയസ്സിൽ ചെയ്യേണ്ടത് മുങ്ങി നിവരണം 3 പ്രാവശ്യം. അതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. പേരിന് 6 മാസത്തേക്കകത്ത് കുട്ടിക്ക് തളിക്കാൻ പാടില്ല. അത് കോണിപ്പടിയിൽ നിന്ന് ഈ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. നക്കപ്പിച്ച് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. കോണിപ്പടിയിൽ നിന്ന് സ്വന്തം വീട്ടുപേര് അപമാനമായിട്ട് ഉരുണ്ട് വീണിട്ട് ആർത്രൈറ്റിസ് തള്ള March 8 സമയത്തിന് 2011 എൻ്റെ തന്ന ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കണു. 2000 അല്ലെങ്കിൽ 73, 65 നിങ്ങളിപ്പോൾ കിട്ടിയ ആർത്രൈറ്റിസുമായിട്ട് 4 വർഷത്തിനുള്ള ഹാർട്ട് അറ്റാക്ക് മരിച്ചാൽ അത് വയസ്സായിട്ട് മരിച്ചു എന്ന് പറയൂ. 90 വയസ്സായിട്ട് 85 വയസ്സിൽ ആർത്രൈറ്റിസ് കിട്ടുകയാണെങ്കിൽ പിന്നെ വയസ്സായിട്ട് മരിക്കാമെന്ന് പറയും കിടപ്പിലായിട്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ പടുപടിയുടെ ഉപദേശിച്ച് വെച്ച് സ്വയം അരുന്നൂട്ടി വാങ്ങുക. സ്വന്തം ഭാര്യയുടെ അനിയനെ കൊണ്ട് അരുന്നൂട്ടി വാങ്ങിപ്പിക്കുക. ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിപ്പിക്കുക. അത് വീട്ടിൽ തനിയന്മാർ 3ാമത്, 4ാമത്, 2ാമത് ജനിച്ചവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെന്തായാലും ഞാൻ നിനക്ക് ഷെയർ ചെയ്താൽ നീ എന്തായാലും കേൾക്കും. പിന്നെയും നീ പടുപെട്ടിത്തരം ആരും പറയിപ്പിച്ച് നീ ഇങ്ങനെ അരുന്നൂട്ടി വാങ്ങും. ഗൾഫ് കൺട്രി പോലത്തെ അവരുള്ളവരെ AI-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചിട്ട് എന്താ കാര്യം? ആരെന്താ പറയണമെന്ന് അറിയില്ല. ഒളിഞ്ഞ് നോക്കുന്നത് ഈ മുഖം വെച്ച് കണ്ടിരിക്കുക. ശരിക്കും വിടർന്ന മോന്ത എന്താണെന്ന് അറിയാം. പിന്നെ ആരും പറയിപ്പിച്ച ഡെന്നിസിൻ്റെ ചേട്ടനല്ലേ, സെബിൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞാലോ, കസിൻ ബ്രദറാണെന്ന് പറഞ്ഞാലോ, ഡെന്നിസിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലോ. അപ്പോൾ അങ്ങനെയുള്ള അരുന്നൂട്ടി വാങ്ങാൻ തല കറങ്ങി വീഴണവരും പലരും അരുന്നൂട്ടി വാങ്ങാൻ കിടക്കുന്നുണ്ട്. നോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. ഞങ്ങളുടെ വെട്ടിത്തം എന്താണ് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാം. ആളിപ്പോൾ ഗോവയുടെ പ്രത്യേകത പറഞ്ഞു. അത് ബ്രസീലും പോർച്ചുഗീസിലും പുതുമയോടെ കാണുന്ന ഡ്രസ്സുകളും കേരളത്തിൽ പഴഞ്ചൻ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുവരെയുള്ള പഴഞ്ചൻ സിനിമകൾ ടി വിയിലെല്ലാം കണ്ടായി. അപ്പോൾ പുതിയതിനെ കാണാം, പുതുമയോടെ കാണാം, മെച്യൂർ ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വരേണ്ടത്. ആരും അത് പറഞ്ഞിട്ടല്ല, ഉള്ള കാര്യം പേര് വിളിച്ച് സംസാരിക്കാൻ പഠിക്കുക. എവിടെ കണ്ടാലും അതനുസരിച്ച്. ഞാൻ നിന്നെപ്പോൾ അപ്പം തന്നെ 23 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും 15 വർഷമായിട്ട് ഞാനും ഡെന്നിസ് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ലേ. അപ്പോഴും പറയണില്ല. ഞാൻ ഓർത്ത് ആ സിജോ അല്ലേ മീൻകാരൻ ജോയിയുടെ മോനല്ലേ എന്ന് അപ്പം തന്നെ ചോദിച്ചല്ലോ. അത് കറക്റ്റുള്ള കാര്യം. ഇവിടെ എല്ലാവരും നിങ്ങൾ ഇവിടെ നീ പുറത്തിറങ്ങാത്തതുകൊണ്ട് മനസ്സിലായി, പേര് വിളിച്ച് സംസാരിക്കാത്തതുകൊണ്ട് ഡെന്നിസിൻ്റെ ചേട്ടൻ പറഞ്ഞ് ഡെന്നിസിൻ്റെ പാപ്പനെന്ന് പറഞ്ഞ് നടക്കണതുകൊണ്ട്. ഇവിടെ ഷീല ചാക്കവും ജെസ്സി ഇവിടെ എല്ലാവരും നിന്നെ മീൻകാരൻ ജോയിയുടെ മോനെന്ന് പറയാറ്. എൻ്റെ വീട്ടുകാരൻ അങ്ങനെ പറയാറ്. മീൻ ബിസിനസ് നടത്തുന്ന ജോയി എന്നല്ല പറയാറ്, മീൻകാരൻ ജോയിയുടെ മോനെന്ന് പറയാറ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പഷ്ടമായിട്ട് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് ക്രിസ്മസ് ട്രീയുടെ പരിപാടിക്ക് അവിടെ നിൽക്കണം കണ്ടു. അന്ന് നീ എൻ്റെ പേര് ചൊല്ലി അറിയണ്ടെങ്കിൽ ഉള്ള കാര്യം സംസാരിക്കാൻ പഠിക്കാം. അപ്പോൾ തന്നെ പറയും സിജോ അല്ലേ മീൻകാരൻ ജോയിയുടെ മോനെല്ലാം ചോദിച്ചു. അത് എനിക്കതൊരു ചളിപ്പുണ്ടോ? ശരിക്കുള്ള കാര്യമല്ലേ പറഞ്ഞേ. അതുകൊണ്ട് മുട്ട ബിസിനസ് നടത്തണം മുട്ടക്കാരൻ ജോയിയുടെ മോനാന്ന് ചോദിച്ചതാണ് ഞാൻ. മുട്ട ബിസിനസ് നടത്തുന്ന ജോയുടെ മോനാന്ന് ചോദിച്ചാൽ ശരിക്കുള്ള കാര്യം പറയാം. അല്ലെങ്കിൽ പ്ലാശ്ശേരിയുടെ മറ്റേ റപ്പായിയുടെ തന്തയുടെ മോനാന്ന് ചോദിച്ചാൽ ശരിക്കുള്ള മീൻ ബിസിനസ് നടത്തുന്ന ജോയിയുടെ മോൻ. ഇവിടെ എല്ലാവരും പറഞ്ഞു മീൻകാരൻ ജോയിയുടെ മോനെന്ന് പറയണേ. അപ്പോൾ മീൻകാരൻ ജോയിയുടെ മോനാന്ന് ചോദിച്ചു. ശരിക്കുള്ള പേര് ഇത്ര നേരം 23 വർഷം എനിക്ക് മറവി രോഗമുണ്ടോ പറയിപ്പിച്ച് പറഞ്ഞു എല്ലാവരും. അപ്പോൾ അതിന് ചോദിച്ചു. അല്ലാണ്ട് മുട്ട ബിസിനസ് നടത്തുന്ന ജോയിയുടെ മോനാണോ മുട്ടക്കാരൻ ജോയിയുടെ മോനാണോ ചോദിച്ചത് ഞാൻ. അപ്പോൾ ശരിക്കുള്ള കാര്യം പറയും, മനസ്സിലാക്കാൻ പഠിക്കും. ഉള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ചേർത്ത് എല്ലാവരും നിന്നെ മീൻകാരൻ ജോയിയുടെ മോൻ സിജോ എന്നാണ് പറയണേ. അപ്പോൾ ഞാനും അതുപോലെ പറഞ്ഞു. അതിനെന്താ ഇപ്പോൾ തെറ്റ്? ശരിക്കുള്ള ആരും എന്നോട് പറയിപ്പിക്കണില്ലല്ലോ. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഞാൻ പറയണേ. ആരെക്കുറിച്ച് കുറ്റം പറയാനും ക്ഷീണമാണ്, പാവാണ്, അനിയനാണ്, ചേട്ടനാണ്, മറ്റേതാണ്, വിഷമം, വിരുദ്ധേശ്വരം ഞാൻ അതിനെക്കുറിച്ച് പറയാത്ത കാര്യം പറഞ്ഞിട്ടില്ല എന്നെ പറയും. കുടിച്ചിട്ട് കടിച്ച് നടക്കാനും പോയിട്ടില്ല. അപ്പോൾ നീ മെഴുകാണ്ട് സമയം കളയാണ്ട് പോകാനാണ് പറയണത്. നീ കുടിച്ചിട്ട് കടിച്ച് നടക്കാൻ പകരം ഞാൻ കുടിച്ചിട്ട് കടിച്ച് നടക്കുന്നത് ഗുഡ് കഴിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്തു. ഗുഡ് കഴിച്ച് സിമെൻറ്റ് കഴിച്ച് ഹിന്ദിക്കാരും മലയാളി കുണ്ടന്മാരെ പോലെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ചൂളം വലിക്കാത്ത സിഗരറ്റും പിടിച്ച് ശരീരത്തിനുള്ളിൽ പെട്ടെന്ന് കേടുപാട് വരും. 25 വയസ്സ് 12 വയസ്സ് തുടങ്ങിയ കുടിച്ചിട്ട് കടിച്ച് ആകെ ഇതാവും. കുടിച്ചിട്ട് കടിച്ച് നടക്കണവരിത് പറയൂ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ നിങ്ങൾ ഉള്ള കാര്യം സാധാരണ രീതിയിൽ സംസാരിക്കുക. പിന്നെ നോക്കാം ഭാരിച്ച കാര്യങ്ങൾ അധികം പറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. എന്നുവെച്ചാൽ എനിക്ക് സെലക്ട് ചെയ്യേണ്ടവർ എനിക്കെങ്ങനെ അറിയാം, കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ അന്ന് സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ, തൊലി താഴേക്ക് ഇറങ്ങണല്ലേ, ഞാൻ താഴോട്ടാ ചെയ്യണേ, എല്ലാം അറിയാം. അപ്പോൾ ആ രീതിക്ക് തന്നെ പോണത്. ഇപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ചോദിക്കണമെങ്കിൽ കുഴപ്പമുണ്ട്. അപ്പോൾ ബെല്ലടിച്ച് നിങ്ങൾക്ക് അടുക്കളയും കുഴപ്പമില്ല, അത് എത്ര അടുത്തെത്തും. നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരാം ഓർഡറാ
എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ ആരും എനിക്ക് കൊള്ളണില്ല. എനിക്ക് കൊള്ളണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാണ്ട് കുടിച്ചിലൊക്കെ അടിച്ച് ഞാനല്ലേ. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരാണോ സംഭവം എന്താണ് സംഭവം കന്യകെന്ന് വരച്ചത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാണ്. അവിടെ ഔസപിതാവ് വിശ്വാസത്തോടെ സ്വീകരിച്ച് ഓടിപ്പിച്ച് കളഞ്ഞില്ല. കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴും മറിയത്തിനെ ഇളം പ്രായത്തിൽ ജനിച്ചത്, കടിഞ്ഞൂലായിട്ട് ജനിച്ചത്, അത് കന്യകയിൽ ജനിച്ചതെന്ന് പറയണം. അതുകൊണ്ട് വലിയ അത്ഭുതം, ദൈവത്തിൻ്റെ ആത്മാവിൽ ജനിച്ചു. അതുകൊണ്ട് ഇതിനെ ആരാധിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സാക്രിഫൈസ് സിറ്റുവേഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കാം. അവിടെ ഏതെങ്കിലും പെണ്ണുകളും ഹിച്ചടകളും ട്രാൻസ്ജെൻഡേഴ്സും അബോർഷൻ കഴിഞ്ഞ് നടക്കണവരും പിൽസ് കഴിച്ച് നടക്കണവരും കുടിച്ചിലൊക്കെ അടിച്ച് നടക്കണ പെണ്ണുകളും ഹിച്ചടകളും ട്രാൻസ്ജെൻഡേഴ്സും ഇപ്പോൾ കൂടുതലാണ്. അവരിത് പറയുമോ? അവർക്ക് റോമൻ കാത്തലിക് ഹിന്ദുസ് മുസ്ലിംസിനെ കുറിച്ച് വല്ല അറിയോ? തെറ്റാന്ന്. വിശ്വാസത്തോടെ സ്വീകരിച്ചു. അല്ലെങ്കിൽ പണ്ട് ഏഞ്ചൽസ് പറഞ്ഞ മനുഷ്യർ തന്നെയാണ്. അന്ന് എങ്ങനെ അറിയണമെന്ന്? അന്നിങ്ങനെ ഷിപ്സിലൊക്കെ വന്ന് ഇന്ത്യയിലും സ്പൈസ് ട്രേഡിങ്ങിനും യുദ്ധത്തിന് വരുന്നല്ലോ, ജീൻസ് വഴി വരുമ്പോൾ തൃശ്ശൂർ അങ്ങനെയൊക്കെ പണ്ടൊക്കെ അറിയുമ്പോൾ 20th സെഞ്ചുറി മുമ്പും അപ്പോൾ അതിന് മുമ്പും പഴയ ഡ്രസ്സിൻ്റെ കൂടെ സ്പൈസ് ട്രേഡിങ്ങിന് വരുമ്പോൾ പലരും ഇവിടെയൊക്കെ നടക്കണം, അവിടെ ഇവിടെ നടക്കുമ്പോൾ മനസ്സിലാവും ഏഷ്യ എഴുതി വെച്ചണം അവർ ഉപയോഗിക്കണം. അപ്പം മനുഷ്യർ ഏഞ്ചൽസ് പറയുന്നത് നീ ഏഷ്യൻ പേരിടണം, ഇത് നല്ലതിന് വേണ്ടിയായിരിക്കും എഴുതി വെച്ചണ പോലെ ആവും. ഇസഹാക്കിന് പകരം അബ്രഹാം പറഞ്ഞ പോലെ വയസ്സായിട്ട് ജനിച്ച 95 വൃദ്ധ ദമ്പതികൾക്ക് ഉണ്ടായ പോലെയല്ല. ഏലിശാമ സക്കറിയുടെ കാര്യം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ കാട്ടിക്കൂട്ടൽ വേണ്ട. അവന് യേശുവിനൊക്കെ ഇളം പ്രായത്തിൽ ജനിക്കും, കടിഞ്ഞൂലായിട്ട് ജനിക്കും. അത് കഴിഞ്ഞ് 4 മക്കൾ യോസഫിന് ജനിച്ചിട്ടുണ്ട്. 45 വയസ്സായ യോസഫ് 65 വയസ്സ് മരിച്ചു. യേശുവിന് 20 വയസ്സ് പ്രായപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിശ്വാസത്തോടെ സ്വീകരിച്ചു, ഉപേക്ഷിച്ച് ഭ്രഷ്ട് കൽപ്പിച്ച് ഹാഗാറിനെ പോലെ മരുഭൂമിയിലേക്ക് ഓടിപ്പിച്ചില്ല. അപ്പോൾ അതിനെ വിശ്വാസത്തോടെ സ്വീകരിച്ചിരുത്തിയാൽ ഖുറാനിലെ കാര്യം ഇവിടെ ആരും പറയണല്ലേ. അതാണ് ആത്മാവിൽ ജനിച്ചു, വിശ്വാസത്തോടെ ജനിച്ചു, നിൻ്റെ ഹിതം പോലെ നീ നിറവേറട്ടെ. ഏഞ്ചൽസ് പറഞ്ഞ മനുഷ്യരാണ്, ചിറക് വെച്ച് വന്നു എന്നല്ല പറയണത്. നിങ്ങൾ മൈക്കലാഞ്ചലോ അവരെ വരച്ച പോലത്തെ അവരെ വെടിത്തം വിശ്വസിച്ചിരിക്കുകയാണ്. അവർ നല്ല മനുഷ്യർ, അതാണ് ഏഞ്ചൽസ് പറഞ്ഞത്. നിങ്ങൾ ഏഷ്യ പ്രവാചകൻ എഴുതി വെച്ചണ പോലെ, ബൈബിൾ എഴുതി വെച്ചണ പോലെ അന്ന് 2000 വർഷം മുമ്പ് എഴുതി വെച്ചാൽ വരും. നല്ലതിൽ അത് എനിക്ക് നല്ല ഇതായിട്ട് വളരും, സാക്രിഫൈസിന് വരും, കന്യകയിൽ കുരിശിൽ മരിക്കാനിടയാവും, യേശു എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞു വരണത്. ഇമ്മാനുവൽ എന്ന് പണ്ട് പറയാറ് ഏഷ്യയുടെ പ്രവാചകൻ പുസ്തകത്തിൽ. അത് ശരിക്കുള്ള കാര്യം. അയാളുടെ ഹിന്ദുസും മണിയും വൃത്തികെട്ട ഹിന്ദുസും മുസ്ലിംസും കുടിച്ചിടക്കടിച്ച് നടക്കുന്നവർ പറയുമോ? എന്നിട്ട് ഞാൻ കള്ള് കുടിച്ചിടക്കടിച്ച പറഞ്ഞ പോലെ കന്യകയിൽ ജനിച്ച് ഞങ്ങൾക്ക് അറിയില്ല, അത്ഭുതം അത്ഭുതം. അതിൽ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. അതാണ് നിങ്ങളെ ക്രിസ്ത്യാനിറ്റീൻ്റെ അപമാനമായിട്ട് ഫേക്ക് റോമൻ കാത്തലിക്കും വെഡ്ഡി റോമൻ കാത്തലിക്കും പിടിച്ച് നടക്കണേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. മുസ്ലിംസും ഖുറാൻ വായിച്ച് നടക്കണവരും മുസ്ലിംസ് പുഴുത്ത് ചാവാനുള്ളത്, ഞാൻ നോണ പറയില്ല, പുഴുത്ത് ചാവാൻ റെഡി ആയിട്ടിരിക്കണവർ ശരിക്കുള്ള 2 ഓഗസ്റ്റ് ജനിച്ചത് പറഞ്ഞിട്ടും ഈ പുഴുത്ത് ചാവാൻ മുസ്ലിംസ് പറയുന്നത് കേട്ടിരിക്കുക. നോണ പറയണ പാതിരികളും പറയുന്നത് കേട്ടിരിക്കുക. പാതിരികളുടെ ആവശ്യമില്ലാന്ന് ബൈബിൾ നന്നാക്കി എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ തന്നെ പറയണേ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ ആരാധിച്ചൊന്ന് സാങ്ഷൻ കൊടുത്തു എന്ന് പറയില്ലേ. ജീവനത്തിന് ഞാൻ ജീവനത്തിന് ആരാധിച്ച കണ്ണും മൂക്കും വരച്ച ജീവനത്തിന് നീ പറയും തെറ്റാന്ന്, നോർമലില്ലാന്ന്. പിന്നെ എന്താണ് നീ നോർമലില്ലാത്ത ജീവനത്തിന് ആരാധിക്കണേ? പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ നിന്ന് ചെയ്യണം. നീ പറയണേ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം കൂടിയല്ലോ. നീ പുഴുത്ത് ചാവണ്ടെങ്കിൽ ചാവനെ ചെയ്യും, വല്ല കാര്യമുണ്ടോ? ഒരു സമയത്ത് വന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയതിന് മുസ്ലിംസ് പഴയ അങ്ങനെ ഞാൻ 1947, 1950, 1960 ജനിച്ചതന്നെ. 9th April വേറെ സമയത്ത്. ഇത് 288826 ആ കൂട്ട് വരുമ്പോൾ 1988. 12/12/90 രജനീകാന്തിൻ്റെ ബർത്ത് റേറ്റ് ഇവിടെ എന്താ ബന്ധം? നിങ്ങൾ അനിയന്മാർ ചെയ്യുന്ന തെറ്റാണ്. ആ ഉദരത്തിലുള്ള ഡയബറ്റീസ് കിട്ടണം, മെനിജൈറ്റിസ് കിട്ടണം, ഡെന്നിസ് പോലെ ആ രീതിയിലാണ് പറയണേ. പുറമേ നിന്ന് വരുന്ന പുതിയതായിട്ട് കണ്ടുവരുന്ന വ്യത്യാസമുണ്ട്. ഡെന്നിസ് 3.5 വർഷം കോവിലുണ്ടായിട്ടുള്ളൂ. ഞാൻ 9 വർഷം അവിടെ നിൽക്കുമ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അവൻ UK ചേർത്ത് ഇവിടെ ജനിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ മാമോദീസ അങ്ങനെ ചെയ്യണം. ഇത് പുറമേ നിന്ന് വരുന്നത് ഒരു സമയം കണ്ടുവരുന്ന ജീൻസിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന് ആത്മാവിൽ ജനിച്ചു. ഇവിടെ യഹൂദിയർ പലരും ഇവിടെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആരും പറയണല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക, എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യം വേണം. പൂർണ്ണ അറിവോടെ നീങ്ങും. അല്ല പൂർണ്ണ അറിവില്ലാത്ത പാതി അറിവ് വെച്ച് മുടന്തൻ കാലിൻ്റെ നിരുപയോഗമായി തൂങ്ങി കിടക്കുന്ന കാല് പോലെ ആയിട്ട് കാര്യമുണ്ട്. മുടന്തൻ്റെ ഒരു പുരോഗമനം അല്ലാണ്ട് റോമൻ കാത്തലിക്സിനോ ഒരു ഗുണമില്ല. പലങ്കരിയും സീറോ മലബാറും ഇതിനും. അപ്പം ശരിക്കുള്ള കാര്യം പറയുമ്പോൾ പാതിരികളുടെ ആവശ്യമില്ല. നിന്ന് വെറുതേക്ക് ചെയ്യരുത്, വെറുതേക്ക് ചെയ്യുക, വിലയില്ലാണ്ട് ചെയ്യരുത്. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താ? അത്
അപ്പോൾ അത് മനസ്സിലാക്കണം. വീണ്ടും അതിന് സെയിം തന്നെ ഈ കുഴങ്ങി തന്തയുടെ തള്ളയുടെയും ആദിവാസി തരത്തിൻ്റെ സങ്കുചിതമായ മനസ്സ് വികസിക്കാൻ അറിയാണ്ട് ഈ വെഡിത്തം ഫേക്കും വെസ്റ്റ് ബംഗാളും വിശ്വസിച്ചിരിക്കുക ഹിന്ദി പറയണമെന്ന് പറഞ്ഞിട്ടൊക്കെ. വല്ല ബോധം വേണ്ട. ആരെന്താ പറയണേ? വീട്ടുകാർ ഹിന്ദി പറയണ്ട, ഞാൻ ഹിന്ദി പറയണല്ലോ അവരോട്. അത് ഗുജറാത്ത് മുംബൈയും അവിടെയാണ് പോർച്ചുഗീസും, നോർത്ത് ഇന്ത്യ ബീഹാറും അവിടെയുള്ളത്. പോർച്ചുഗീസും കൊങ്കണി അവിടെ വന്നു. ചെറിയ വെസ്റ്റേൺ ഏരിയ എന്ന് പറയുന്നത് അറേബ്യൻ സീയുടെ അടുത്ത്. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താണ്? അതുകൊണ്ട് ഗുഡ്ക കാണ്ടുകളും കന്നഡ കാണ്ടുകളും ഹിന്ദുസും മുസ്ലിംസിനും എല്ലാം അറിയാം അതിനെക്കുറിച്ച്, ബോണിയം സോങ്സും അതിനെക്കുറിച്ചൊക്കെ. ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. ആരെങ്കിലും പറയും പഴയ വെഡ്ഡികൾ 1960 മാമക്കോയയുടെ സമയത്ത് ജനിച്ചവർ ആരെയും പറയും? 1950 1947 ജനിച്ചവർ പറയുമോ? പടുപൊടികളോട് ഉപദേശം വയ്ക്കാൻ പോണ റോമൻ കാത്തലിക്സ് ഇത് പറയുമോ? എല്ലാം മനസ്സിലാക്കണം, മനസ്സിലാക്കി തരണ്ട്. പിന്നെ അതുപോലെ നീങ്ങാൻ അറിയില്ല ഞങ്ങൾക്ക്. പിന്നെ എന്താണ് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയാം. പാതിരികൾ നുണ പറയുന്നത് കേട്ടിരിക്കുക. നക്കപ്പച്ച സാലറിക്ക് ചെയ്യരുത്. അവർ നുണ പറയുന്നത് കേട്ടിരിക്കരുത്. അവരോട് ചോദിക്കണം ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്തിനാ അതിന് വിപരീതം ചെയ്യേണ്ട കാര്യം? അത് മനസ്സിലാക്കാം. ബൈബിളൊന്നും ഞങ്ങൾ വായിക്കില്ല, ഞങ്ങൾക്ക് ഇതിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യം എന്താ? ശരിക്കുള്ള ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്താണ്, യഹൂദിയ ക്രിസ്ത്യൻസ്, യഹൂദിയർ. അതിനെക്കുറിച്ച് മനസ്സിലാക്കും. മുസ്ലിംസും റോമൻ കാത്തലിക്സും വേൾഡ് ട്രേഡ് സെൻറ്റർ നശിപ്പിക്കണ ഈ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സിനും പറഞ്ഞിട്ട് എന്താ കാര്യം? മലങ്കരിയും ജാക്കോബൈറ്റും. നിൻ്റെ മുന്നിൽ തന്നെ ഷീല ചാക്കോയുടെ വീട് പിന്നാമ്പുറം, വേശ്യ ഷീല ചാക്കോയുടെ. വല്ല കാര്യമുണ്ട് അത് പറഞ്ഞിട്ട്? കുടിച്ച് ഡ്രഗ് അടിക്കണം മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഈ ജീവനിലാത്തിനെ ആരാധിച്ച് പേരും ബർത്ത് റേറ്റ് മാറ്റണവർ. വേശ്യതാരം കാണിച്ച് പിൽസും കുഞ്ചുവാരിയെ പോലെ പിൽസും അബോർഷൻ ചെയ്ത് വെറുതെ ഇപ്പോൾ കുറേ പെണ്ണുങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് ആരെങ്കിലും ഇത് പറയുമോ? പ്ലാസ്റ്റിക്കിനെ ആരാധിച്ച് ഞാൻ പറയുന്നത് നോർമലാ പറയും. നിങ്ങൾ പ്ലാസ്റ്റിക്കിനെ ആരാധിച്ച് ജീവനില്ലാത്തൊരു മെഷീൻ ഒരുക്കി കണ്ണും മൂക്കും വരച്ച് പെയിൻ്റ് അടിച്ച അങ്ങനെ ഇതിനൊക്കെ ആരാധിച്ചാൽ സാങ്ഷൻ പറയും വരും ബൈബിളിൽ. ഖുറാനെ കുറിച്ച് ആരോടെ പറയണം? ഇതിനൊക്കെ ആരാധിച്ച് പേര് ബർത്ത് റേറ്റ് മാറ്റണം മുസ്ലിംസും ഹിന്ദുസും. അഫ്താബ് എന്ന് പറയണ വിഡ്ഡി ഷാറുഖ് ഖാനാ വന്നത്. കുടിച്ച് റഗടിച്ച് നടക്കുന്നവർ ആരെയും എൻ്റെ മുഖത്തൊക്കെ ഇതൊക്കെ പറയാറുണ്ട്? ഇല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക ശരിക്കുള്ള കാര്യം ആരെ പറയണേ. അപ്പോൾ പേര് ഡെന്നിസിൻ്റെ ചേട്ടനാണോ? ഡെന്നിസിൻ്റെ ചേട്ടനല്ല, ഞാൻ സെബിൻ്റെ കസിൻ ബ്രദറാന്ന് പറഞ്ഞാൽ നീ എന്ത് പറയും? എനിക്കറിയില്ല, ഡെന്നിസിനെ അറിയില്ല എന്ന് പറഞ്ഞാലോ ഞാൻ ഉള്ള കാര്യം പറയിപ്പിച്ച മറവരും ചേട്ടനാണോ അതിനാണോ ഡെന്നിസാണോ ചോദിക്കാണ്ട് ഉള്ള കാര്യം മുഖത്തേക്ക് സംസാരിക്കാൻ പഠിക്കും. ഗാർഡിയൻ വണ്ടി എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം നല്ല മറവി രോഗമുണ്ട്. ആരെങ്കിലും പറയിപ്പിച്ച് പറയുന്നതാണോ? ഞാൻ പറയിപ്പിക്കാണ്ട് അപ്പം തന്നെ ചോദിച്ചില്ല. സിജു അല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത് മീൻകാരൻ ജോയിയുടെ മോനെന്നാണ്. അല്ല മുട്ടക്കാരൻ റാഫായിൽ മുട്ടക്കാരൻ ബിസിനസ്സാണ്, മുട്ടക്കാരൻ്റെ ജോയിയുടെ മോനാണെന്ന് ചോദിച്ചത് ഞാൻ. അപ്പോൾ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കി പറയും, അറിയാൻ ശ്രമിക്കും. യേശു പറയുന്നത് ഓർമ്മയ്ക്കായി ചെയ്യുവാൻ എന്താ പറയുക? തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, സദുപദേശങ്ങൾ സ്ട്രോങ് വചനങ്ങൾ പകരുക, ഭക്ഷണം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കഹോൾ ഇല്ലാത്ത പാനീയങ്ങൾ വിതരണം ചെയ്യുക. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പങ്കുവയ്ക്കുക, സ്നേഹിക്കുകയാണെങ്കിൽ തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട്, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ശോഷിച്ച ഗ്രൂപ്പിലിരുന്ന് വെഡിത്തം ഒരാളാണ്ട് തിരിച്ചവരുടെ വെഡിത്തം മാറും പ്രതീക്ഷിക്കും വേണ്ട. അങ്ങനെ പങ്കുവയ്ച്ച് സ്നേഹിക്കുക, തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട്, തിരിച്ചവരുടെ വെഡിത്തം മാറും പ്രതീക്ഷിക്കേണ്ട. അതാ പറഞ്ഞേക്കണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഏതെങ്കിലും വീട്ടിൽ തനിമാർ കുട്ടിക്കഴിച്ച് നടക്കണവർ പറയൂ. ക്രിക്കറ്റിന് നിങ്ങളതിലുണ്ടെങ്കിൽ, ഫുട്ബോളിന് നിങ്ങളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ വലിഞ്ഞ മോന്തി വെച്ച് കൈയടിക്കണം, കവളം വെച്ച് കൈയടിക്കണ കാര്യമുണ്ട്. ഞാൻ അതിന് കൈയടിക്കാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാം. നക്കപ്പിച്ച സാലറിക്ക് ഇത്ര കാശ് തരും, അതിനെ സാക്രിഫൈസ് ചെയ്യും. അതാണ് 30 വെള്ളി നാണയം ദിനാറ് മേടിച്ച് തൂങ്ങി ചത്തത് യൂദാസ്. ഒറ്റി കൊടുക്കേണ്ട ഈ പല മുഖങ്ങളുമാറാണ് ഈ യൂദാസ്. യേശുവിനെ ഒറ്റി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇത്ര കാശ് തന്നല്ലോ, അന്നേരം സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കാട്ടിക്കൂട്ടലാവാം. തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാൻ പറയണത് അങ്ങനെയാണ്. അവിടെ നക്കപൈസ സാലറിക്ക് പാതിരികളുടെ ആവശ്യമില്ല, അതിൽ വലിയ കാര്യമില്ലാണ്ട് ചെയ്യരുത് പറയണ്ട. അത് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് തന്നെയാണ്. നോണ പറയണ പാതിരികൾ പലതും പറയും ക്യാഷിന് വേണ്ടി. അപ്പോൾ അത് വിശ്വസിച്ചിരിക്കുക. നോണ കേട്ടിട്ട് 3 തുള്ളി വെള്ളവും 6 മാസത്തേക്കകത്ത കുട്ടികൾക്ക് രാസാദി പൊടിയും വെള്ളം തളിച്ചിട്ട് മുങ്ങി നിവരാണ്ട് യേശോ വരെ അങ്ങനെ പറയും. മാത്രമേ മുങ്ങി നിവരാ 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഫുള്ള് മുങ്ങി നിവരാ. അതിൽ നദിയെ എന്തെങ്കിലും അതിന് ബാപ്റ്റിസം എന്ന് പറയേണ്ടത്. അവിടെ കുമോദീസ കുടിച്ച് പഴയ നിയമം പോയി എന്ന് പറയുമ്പോൾ വെള്ളം കിണ്ടിയിൽ കാല് കഴുകി എവിടെയും വെള്ളം തളിക്കാം കൈ കൊണ്ട്. അതുപോലെ തലയിൽ വെള്ളം തളിച്ചിട്ട് എന്താ കാര്യം? അതാണോ ബാപ്റ്റിസം എന്ന് പറയുന്നത്?